കേരളത്തിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം തീരുമാനപ്രകാരം കേരളത്തിൽ 4 വിശ്വാസ സംരക്ഷണ ജാഥകൾക്ക് തുടക്കം കുറിക്കുകയാണ്. അതിൽ ആദ്യത്തെ ജാഥയാണ് ബഹുമാന്യനായ ശ്രീ കെ മുരളീധരൻ നയിക്കുന്ന ഇന്ന് കാഞ്ഞങ്ങാട് നിന്ന് ആരംഭിക്കുന്ന ഈ ജാഥ. മറ്റൊന്ന് UDF-ന്റെ കൺവീനർ ശ്രീ അടൂർ പ്രകാശ് നയിക്കുന്ന തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങുന്ന ജാഥയാണ്. മൂന്നാമത്തെ ജാഥ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് പാലക്കാട് നിന്നും തുടങ്ങുന്ന ജാഥയാണ്. നാലാമത്തേത് മൂവാറ്റുപുഴയിൽ നിന്നും പ്രിയങ്കരായ ശ്രീ ബെന്നി ബഹനാൻ നടത്തുന്ന ജാഥയാണ്. 17-ാം തീയതി കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഈ 4 ജാഥകളും ചെങ്ങന്നൂരിൽ സമാപിച്ചു കഴിഞ്ഞ് പിറ്റേ ദിവസം 18-ാം തീയതി UDF-ന്റെ നേതൃത്വത്തിൽ കാരക്കാട് നിന്ന് അയ്യപ്പന്റെ ജന്മസ്ഥലമായ പന്തളത്തേക്ക് ഒരു വലിയ പദയാത്ര കൂടി സംഘടിപ്പിച്ചിരിക്കുകയാണ്. പന്തളത്ത് ചേരുന്ന വിശ്വാസ മഹാസംഗമം ഈ പരിപാടി 18-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ആദ്യഘട്ട പരിപാടിയാണ് പ്രഖ്യാപിച്ചത്. എനിക്ക് മുൻപ് സംസാരിച്ച ശ്രീ കെ മുരളീധരൻ അടക്കമുള്ള മുഴുവൻ നേതാക്കൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിശ്വാസ സംരക്ഷണ യാത്ര നടത്താൻ നമ്മൾ തീരുമാനിച്ചത് എന്ന് നിങ്ങളോടെല്ലാം വിശദീകരിച്ചു കഴിഞ്ഞു. കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ, എല്ലാ വിഭാഗം ജനങ്ങളെയും, പ്രത്യേകിച്ച് അയ്യപ്പഭക്തരായ ആളുകളെ, രാജ്യത്തും ലോകത്തെല്ലായിടത്തുമുള്ള അയ്യപ്പഭക്തരായ ജനങ്ങളെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ടാണ് ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുടെ കഥകൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇല്ലായിരുന്നുവെങ്കിൽ ഇത് വേറൊരു ഘട്ടത്തിലേക്ക് മാറുമായിരുന്നു. ഈ 2025 ഇത് തുടങ്ങിയിട്ട് കുറെ കാലമായി. 2019 കോടതി വിധിയുടെ വിവിധ ഭാഗങ്ങൾ വായിച്ചാൽ നമ്മൾ അന്തം വിട്ടുപോയി. ഇത് കേരളത്തിലാണോ നടന്നത് എന്ന് നമ്മൾ വിചാരിച്ചു. 2019 ഈ ദേവസ്വം ബോർഡ് തീരുമാനിക്കുകയാണ് അയ്യപ്പന്റെ ക്ഷേത്രത്തിന്റെ മുന്നിലുള്ള, ശ്രീകോവിലിന്റെ മുന്നിലുള്ള ദ്വാരപാലക ശില്പവും കട്ടളയും കഥകളും എല്ലാം വീണ്ടും സ്വർണം പൂശാൻ. 999 30 കിലോയിലധികം സ്വർണം UV ഗ്രൂപ്പിന്റെ വിജയ് മല്യയുടെ സ്പോൺസർ പ്രകാരം പൂശിയതാണ്. 40 കൊല്ലത്തെ വാറണ്ടിയാണ്. 999 40 കൊല്ലത്തെ വാറണ്ടി എന്ന് പറഞ്ഞാൽ 2039 വരെ നിൽക്കണം, വേണ്ടേ? പക്ഷേ 2019 പകുതി സമയമായപ്പോൾ ഇതിന് മങ്ങലേറ്റു എന്നെല്ലാം പറഞ്ഞ് ഇത് അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന് പറയുന്നു. ഇതിനെല്ലാം ഒരു നടപടിക്രമമുണ്ട്. ഒന്നാമത്തെ നടപടിക്രമം, ശബരിമല ക്ഷേത്രം ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ നിയന്ത്രണത്തിലാണ്. അവരുടെ അനുമതി വാങ്ങിക്കണം, ഡിവിഷൻ ബെഞ്ചിന്റെ അനുമതി വാങ്ങിക്കണം. 1. 2, ദേവസ്വം മാനുവൽ ഉണ്ട്. ദേവസ്വം മാനുവൽ, ആ ദേവസ്വം മാനുവലിലെ വകുപ്പുകൾ അനുസരിച്ച് പ്രധാനപ്പെട്ട വസ്തുക്കൾ അറ്റകുറ്റപ്പണികൾ നടത്താൻ പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല. ക്ഷേത്രത്തിന്റെ അകത്ത് തന്നെ വെച്ചുകൊണ്ട് വേണം പ്രധാനപ്പെട്ട വില കൂടിയ വസ്തുക്കളിലെ അറ്റകുറ്റപ്പണികൾ നടത്താൻ. അപ്പൊ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ അറിയിക്കാതെ 1. 2, ദേവസ്വം മാനുവലിലെ വകുപ്പുകളെ ലംഘിച്ചുകൊണ്ട് ദേവസ്വം ബോർഡ് തീരുമാനമെടുക്കാം. അന്ന് കടകംപള്ളി സുരേന്ദ്രനാണ് ദേവസ്വം മന്ത്രി, പത്മകുമാറാണ് ദേവസ്വം പ്രസിഡന്റ്. ഇവരെ ഈ മാനുവലിനെയും കോടതിയെ അറിയിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇത് ഒരു സ്പോൺസറെ കണ്ടെത്തി, അല്ലാതെ നടപടിക്രമമൊന്നുമില്ല. ഒരാളെ സ്പോൺസറായിട്ട് തീരുമാനിക്കുക, അയാൾക്ക് ഇതൊക്കെ കൊടുക്കുക. പക്ഷെ വളരെ ബുദ്ധിപൂർവ്വമാണ് ചെയ്തത്. എന്താ, ചെമ്പുപാളിയാണ് കൊടുത്തത് എന്നാണ് മാസ്റ്ററിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ കണ്ടോ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ള ആള് വന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഒന്ന് സംസാരിക്കുമ്പോൾ ഭയങ്കര പേടിയില്ല. കാരണം എന്താ, എന്റെ കയ്യിൽ തന്നത് ചെമ്പുപാളിയാണ്.
ചെമ്പുമാലയാണ് അയാൾക്ക് കൊടുത്തത്. കാരണം എന്താ, അയാൾ കുടുങ്ങിയാൽ ഇവരെല്ലാം കുടുങ്ങും. മനസ്സിലായല്ലോ? അതുകൊണ്ട് ഒന്നാം പ്രതിയെ തന്നെ രക്ഷിച്ചേക്കുവാണ്. ഈ സ്വർണം പൂശിയ പാല് കൊടുക്കുമ്പോൾ ചെമ്പ് പാല് എന്ന് എഴുതി കൊടുക്കുക. അതുകൊണ്ടാണ് അയാൾക്ക് കൂട്ടലില്ലാത്തത് ഇപ്പോഴും. പക്ഷെ ഹൈക്കോടതി വിധി ഞാനപ്പോൾ ഒരു സംശയം പറഞ്ഞു. ഇത് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയിട്ട് 1 മാസവും 9 ദിവസവും കഴിഞ്ഞിട്ടാണ് ചെന്നൈയിലെത്തുന്നത്. 39-40 ദിവസം കഴിഞ്ഞു. അപ്പൊ നമുക്കൊരു സംശയം, ഞാനൊരു സംശയം പറഞ്ഞു, ഇത് കൊണ്ടുപോയത് ഒറിജിനലാണോ എന്ന് സംശയമുണ്ട്. കാരണം 40 ദിവസം എടുക്കേണ്ട ആവശ്യമില്ല ചെന്നൈയിലെത്താൻ. അപ്പൊ വ്യാജമായി മോൾഡ് ഉണ്ടാക്കി, വ്യാജനായ സാധനമാണ് ചെന്നൈയിലേക്ക് കൊണ്ടുപോയതെന്ന് സംശയമുണ്ട്. ഞാൻ പറഞ്ഞു, എന്റെ സംശയമായിട്ട് ഞാൻ പറഞ്ഞു. ഒക്ടോബർ 6-ാം തീയതിയിലെ ഹൈക്കോടതി വിധിയിൽ എന്താ പറഞ്ഞിരിക്കുന്നറിയാം? ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് ഒറിജിനൽ ദ്വാരപാലക ശില്പമല്ല, കൊണ്ടുപോയത് വ്യാജ മോൾഡ് ഉണ്ടാക്കി വേറൊരു ചെമ്പുപാലയെന്ന് കൊണ്ടുപോയിക്കാണ് മദ്രാസിലേക്ക്. അപ്പൊ ഒറിജിനൽ ദ്വാരപാലക ശില്പം എവിടെ പോയി? ഒറിജിനൽ ഇത് സ്വർണ്ണ കവർച്ചയൊന്നും അല്ലത്, ഇതിനൊക്കെ അപ്പുറത്താണത്. സ്വർണം എന്ന് പറഞ്ഞാൽ നമുക്ക് മൊത്തം 30 കിലോ വിജയ് മല്യ കൊടുത്തു. ഇപ്പൊ എല്ലാം കൂടി എത്ര ബാക്കിയുണ്ട് എന്ന് അളന്നു നോക്കിയാൽ ചിലപ്പോ 10, 15, 20 കിലോ സ്വർണം പോയി കാണും. 20 കിലോ സ്വർണത്തിന് വിലയില്ല എന്നല്ല ഞാൻ പറയുന്നത്, അതൊന്നും അല്ല, അതിന്റെ അപ്പുറത്തെ കച്ചവടമാണ്. ഒറിജിനൽ ദ്വാരപാലക വിഗ്രഹമാണ്. കോടതി പറഞ്ഞിരിക്കുന്നത് വിറ്റിരിക്കുകയാണ്, ഒരാൾ വിറ്റിരിക്കുക. അങ്ങനെ തന്നെ അയാളെ കബളിപ്പിച്ച് കാണും. കാരണം ഇത് കട്ട മുതലാന്ന് അയാളോട് പറഞ്ഞിട്ടില്ല. അയാളോട് പറഞ്ഞിരിക്കുന്നത് അയ്യപ്പന്റെ ശ്രീകോവിലിന്റെ മുമ്പിൽ ഇത്രയും നാൾ ഉണ്ടായിരുന്ന ദ്വാരപാലക വിഗ്രഹം ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഭക്തന് കൊടുക്കാൻ തീരുമാനമായെന്ന് പറയാതെയല്ലോ.